ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SSC CGL 2024 ടാറ്റൂര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് അക്ഷയ് പ്ലേസ് 3 ഐഡന്റിക്കൽ റിങ്സ് ഓഫ് ഡയമീറ്റർ 21 സെന്റിമീറ്റർ സച്ച് എ മാനർ ദാറ്റ് ഈച്ച് വൺ ടച്ചസ് അതർ 2 റിങ്സ്. അതായത് അക്ഷയ് 3 റിംഗ് ഉണ്ട്, അത് മൂന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു എന്താ പറയുന്ന പോർഷൻ വരുന്നതായിട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു പോർഷൻ വരുന്നതായിട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവന് ഈ ഒരു ഐറ്റത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പൈൻ്റെ വാല്യൂ ഇതെടുത്തോളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് √3 വാല്യൂ ഇതാന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനാണെങ്കിൽ ആദ്യമേ തന്നെ ഈ 3 സർക്കിളിൻ്റെയും സെൻറ്ററുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തു. 3 സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ഏകദേശം ഈ ഒരു ഷേപ്പ് വരും. അപ്പോൾ ഈ ഒരു 3 സർക്കിളിൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്യുമ്പോൾ ഇത് വരുന്നുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ പോർഷൻസ്, അതായത് ഈ മഞ്ഞ കളർ കാണുന്ന പോർഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ആ നടുക്ക് കിടക്കുന്ന എൻക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ട്രയാങ്കിളുടെ ഏരിയയിൽ നിന്ന് ഈ സർക്കുലർ പോർഷൻസ് സെക്ടറുകൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? എൻക്ലോസ്ഡ് ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇത് സെൻറ്ററിൽ നിന്നാണ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് റേഡിയസ് ആയിരിക്കും, സോറി, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ഇത് റേഡിയസ് ആണെങ്കിൽ ഇത് റേഡിയസ് ആയിരിക്കും, ഇത് റേഡിയസ് ആയിരിക്കും, ഇത് റേഡിയസ് ആയിരിക്കും, ഇത് റേഡിയസ് ആയിരിക്കും, ഇത് റേഡിയസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാന്ന് പറയാം. എന്താന്ന് പറയാം? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്ര വരും? 21 വരും. കാരണം ഡയമീറ്റർ 21 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും റേഡിയസ് ആണെങ്കിൽ 2 ടൈംസ് റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ √3/4 എയ്ക്ക് പകരം 21 എന്ന് പറഞ്ഞ് എഴുതി. √3/4 സൈഡിൻ്റെ സ്ക്വയർ. അതിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ എന്ത് പോർഷൻ കുറയ്ക്കണം? നമ്മുടെ ഈ പറയുന്ന മഞ്ഞ കളറിലുള്ള ഈ 3 പോർഷൻ്റെയും ഏരിയ കുറയ്ക്കണം. ഓക്കെ, ആ മഞ്ഞ കളറിലുള്ള 3 പോർഷൻ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോർഷൻ ഇങ്ങനെ എടുത്തു, രണ്ടാമത്തെ പോർഷൻ ഇങ്ങനെ എടുത്തു, അത് 3ഉം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെമി സർക്കിൾ കിട്ടും. അല്ലെങ്കിൽ ആലോചിക്കുക, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും സമ്മ് എന്ന് പറയുന്ന 180 ആണ്. അപ്പോൾ ഇത് 3ഉം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ കിട്ടും. അപ്പോൾ ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളുടെ ഏരിയയിൽ നിന്ന് സെമി സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി, πr²/2. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 21/2 ആണ്. കാരണം ഡയമീറ്റർ ആണ് 21. ഇനി ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടിൽ നിന്നും ഞാൻ കോമൺ ആയിട്ട് 21/4 കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി പോയിട്ട് ആദ്യത്തെ പോർഷനിൽ √3 വരും, രണ്ടാമത്തെ പോർഷനിലാണെങ്കിൽ π/2 വരും. π/2 എന്ന് പറയുമ്പോൾ 22/7/2 11/7 എന്ന് പറഞ്ഞു കിട്ടും. 11/7 എന്ന് പറഞ്ഞു കിട്ടും.
ഓക്കെ. ഇനി ഞാനാണെങ്കിൽ √3 പകരം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. 1.732 ഡിവൈഡഡ് ബൈ 7 നമുക്ക് ചെയ്യുമ്പോൾ 4, 22, 2, 51, 12, 12.124 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 21 ഇൻറ്റു 21/4 ഡിവൈഡഡ് ബൈ ഇൻറ്റു 12.124 മൈനസ് 11/7. ഓക്കെ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും? 1.124 എന്ന് പറഞ്ഞു കിട്ടും. 11 കുറച്ച് കഴിയുമ്പോൾ 1.124 എന്ന് പറഞ്ഞു കിട്ടും. 1.124. 7 ഇൻറ്റു 3 21. ലാസ്റ്റ് 2 ഡിജിറ്റ് 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്പറിനെ ആക്ച്വലി എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും? 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? 4 വെച്ച് ഡിവൈഡ് ചെയ്യായിരിക്കും. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം പോവും. 8, then 32, 8, then 1. 0.281 എന്ന് പറഞ്ഞു കിട്ടും. ഈ 4ഉം ഇതും കൂടി വെട്ടിപ്പോയിട്ട് 0.281 എന്ന് പറഞ്ഞു കിട്ടും. 0.281. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 63 ഇൻറ്റു 200 0.281 ആണ്. 0.281 ആണ്. ഓക്കെ. 63 ഇൻറ്റു 0.281. അപ്പോൾ 251 ഇൻറ്റു 63. 251 ഇൻറ്റു 63. ഓക്കെ. നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 3, 4, 8, 6, 8, 12, 16. ഓക്കെ. കൂട്ടിക്കഴിയുമ്പോൾ 3, 0, 7, 17. 17.703 എന്ന് പറഞ്ഞു കിട്ടും. എത്ര കിട്ടും? 17.703. നമ്മുടെ ആൻസറിൽ ആക്ച്വലി 17.70 ആയിരുന്നു ഉണ്ടായിരുന്നത്. സെയിം ആണ്. ഒരു നിയറസ്റ്റ് 2 ഡെസിമലാണ് പറഞ്ഞിരിക്കുന്നത്. സോ 17.70 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാൽക്കുലേറ്റീവ് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു.